ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരു വെള്ളരിക്കയും ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടി ഞാൻ വെള്ളരിക്കയെല്ലാം തോല് കളഞ്ഞെല്ലാം മുറിച്ചിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് മുറിച്ചിട്ടുണ്ട്. ചക്കക്കുരുവെല്ലാം തോല് കളഞ്ഞ് 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. എന്നിട്ടാണ് അടച്ചു വെക്കാം. പതിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇളക്കിയിട്ട് റെഡിയാക്കി എടുക്കാം ഓലൻ. അപ്പോഴേക്കും നമ്മുടെ ഓലൻ റെഡിയാവും. ഇപ്പുറത്ത് സാമ്പാർ വെച്ചിട്ടുണ്ട് ഉച്ചക്കേക്കുള്ള. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്ത് വരുന്നുണ്ട്. അധികം കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല. സിമ്പിൾ സാമ്പാർ. അപ്പം അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടും കൂടി അവിടെ നിന്നാവട്ടെ. അപ്പം നമുക്ക് പതച്ചതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗൈസ്, ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം എന്തായി. അടിപൊളിയായിട്ട് തിളക്കുന്നതാണുണ്ട്. ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കാം നമുക്ക്. ഇളക്കി വെച്ച് അടച്ചു കഴിഞ്ഞാൽ വെള്ളരിക്ക വേഗം പോകും. തിളച്ച് ലേശം കഴിഞ്ഞ് എന്നിട്ട് നല്ല വൃത്തിയിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കുക. അപ്പോൾ വെള്ളരിക്ക എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെള്ളരിക്കെല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചക്കക്കുരുവും നന്നായിട്ടുള്ള വെന്തിട്ടുണ്ടാവും. ഈ ഓലിന് തേങ്ങാപ്പാൽ അങ്ങനത്തെ ഒന്നും വേണ്ട. ഈ ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റ് വെള്ളരിക്കയിൽ ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വെളുത്തുള്ളി, കടുക്, ചുവന്നമുളക് ഇതെല്ലാം വറുത്തിട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയായിരിക്കും. ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ശരിയാണ്. മഴയെല്ലാം പെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെയെല്ലാം ഓലം കൂട്ടിയിട്ട് ചോറുണ്ണാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ഇഞ്ചി ചമ്മന്തി. വാവ്, അടിപൊളി, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ വെള്ളരിക്കെല്ലാം വെന്തിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഒന്ന് ഇളക്കി നോക്കട്ടെ. വന്നിട്ടുണ്ട് ഇതാ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചക്കക്കുരുവെല്ലാം വെന്തിട്ട് കാണുന്നുണ്ട്. ഇളക്കി നല്ല വൃത്തിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളെ ചക്കേൻ്റെ കുരുവാണെങ്കിൽ ഇപ്പോഴത്തേക്കെല്ലാം എരിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മളെ ചക്കേൻ്റെ അല്ല, വേറെ ഒരാൾ തന്ന ചക്കേൻ്റെ കുരുവാണ്. വേവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വേവുന്നുണ്ട്. പക്ഷെ നമ്മളെ ചക്കക്കുരു പോലെ അത്ര കണ്ടീഷനായിട്ട് കാണുന്നില്ല. ഇതാ എരിഞ്ഞ് നല്ല വെണ്ണ നെയ്യ് പോലെയാവുന്ന കുരുവാണ് നമ്മളെ ചക്കേൻ്റെ കുരു. നമ്മളെ ചക്ക മൂട്ടിനില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളെ ചക്കേൻ്റെ കുരു കിട്ടുന്നില്ല. കുറച്ചുകൂടി കഴിയണം നമ്മളെ ചക്കയെല്ലാം മൂത്തിട്ട് പാകമായിട്ട് എടുക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പും ഞാൻ 2 പച്ചമുളക് ഇട്ട എരിവെല്ലാം ഇതിന് പാകമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓലൻ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് വറവ് കഴിക്കാം. ചൂടുണ്ട് ഗൈസ്, അതുകൊണ്ട് ഭയങ്കര പിടിക്കാതെ വാങ്ങി വെക്കാൻ പറ്റില്ല. ചട്ടിക്ക് ചൂടുണ്ട്. അപ്പം ഞാനിത് ഇപ്പുറത്ത് വാങ്ങി വെച്ചിട്ട് എന്നിട്ട് വറവിനിടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ വറുത്തിടാനുള്ള അടുപ്പത്ത് വെച്ച്
വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. സൂപ്പർ ഓലനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകെ പൊട്ടിക്കോളൂ. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കടുക് തന്നെ പൊട്ടാൻ ഇപ്പം ഭയങ്കര താമസമാണ്. പൊട്ടുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയെല്ലാം കൂടിയിട്ട് ഉള്ള ആ ഓലന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. ഉണ്ടാക്കുന്നവർക്കറിയാം അതിൻ്റെ രുചി. ഇപ്പോൾ ഇതാ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി റെഡിയായി. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നതാണ്. കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഞാൻ. കണ്ടല്ലോ, നല്ല അടിപൊളി വെള്ളരിക്കച്ചക്കക്കുരു പോലെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയാണ് നമ്മളെ ഓലൻ, വെള്ളരിക്കച്ചക്കക്കുരു ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.